അന്തസ്സായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? ഉണ്ടോ? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി, ഞങ്ങൾക്ക് മതിയോ? എന്താ സംഭവം എന്ന് മനസ്സിലായോ? അനിൽ ബാലേന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു സ്പീച്ച് കോഴിക്കോട് ബിസിനസ് കോൺക്ലേവിൽ മെയ് 21, 22 തീയതികളായിട്ട് നടന്ന ബിസിനസ് കോൺക്ലേവിൽ അദ്ദേഹത്തിന്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് കുറെ ബിസിനസ്സുകാരെ കൊണ്ടിരുത്തിയിട്ട് തുടരെ തെണ്ടികൾ എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടത്. അതായത് ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്തു കൊടുക്കും, എന്നിട്ട് സർവീസ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ താങ്ങി നടക്കും, തെണ്ടികളായി ജീവിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ തെണ്ടികളായി ജീവിക്കുന്നത്? അന്തസ്സായിട്ട് ജീവിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രെഡിറ്റുകൾ ഉണ്ടാവും. ക്രെഡിറ്റ് കൊടുക്കാതെ ഒരു ബിസിനസ്സും ഇന്നോളം വിജയിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. അപ്പോൾ അംബാനിയും അദാനിയൊക്കെ ക്രെഡിറ്റ് കൊടുത്തിട്ടാണോ എന്നുള്ള ചോദ്യങ്ങൾ വരും. അത് നമ്മൾ കണക്ക് കൂട്ടണം. നമ്മുടെ നാട്ടിൻപുറത്തെ ബിസിനസ്സുകളെ കുറിച്ച് കൂട്ടിയാൽ മതി. നമ്മുടെ നാട്ടിലെ ഒരു പലചരക്ക് കടയായാലും പച്ചക്കറി കടയാണെങ്കിൽ പോലും തൊട്ടടുത്തുള്ള ആളുകൾക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ മറ്റേ മാസാവസാനം പൈസ അല്ല മാസം ആദ്യം പൈസ കൊടുക്കുന്ന, ശമ്പളം കിട്ടുമ്പോൾ പൈസ കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വലിയ ബിസിനസ്സുകളിൽ പോലും വലിയ ഷോപ്പുകളിൽ നിന്നാണെങ്കിൽ പോലും ഇതുപോലെ ക്രെഡിറ്റുകൾ കൊടുക്കാറുണ്ട്. സൂപ്പർ മാർക്കറ്റുകളോ അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന ബിസിനസ്സുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകാരിൽ ഒരുപാട് ആളുകളാണ് ഈ പറഞ്ഞ കോൺക്ലേവിൽ കോഴിക്കോട് പങ്കെടുത്തിരുന്നത്. അതിൽ ഈ പറഞ്ഞ അനിൽ രാമേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അവർ ആ പരിപാടിയിലേക്ക് കൊണ്ടുവന്നു. അവർ ആ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു പരിപാടി അദ്ദേഹത്തിന്റെ സ്പീച്ച് പ്ലാൻ ചെയ്തിരുന്നത്. 2 മണിക്ക്, പിന്നെ വൈകിട്ട് 5:30 6 മണിക്കെങ്ങാണ്ട് സിത്താരയുടെ ഗാനമേളയുണ്ട്. എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും രാത്രി 10 മണിക്ക് മൈക്ക് സെറ്റ് ഓഫ് ആക്കേണ്ടതുകൊണ്ട് അവർ പരിപാടികളൊക്കെ കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ തലേ ദിവസം തന്നെ കോഴിക്കോട് ഹോട്ടലിൽ വന്നതാണ്. ഇദ്ദേഹം 4 ലക്ഷം രൂപ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 4 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കടിക്കുന്ന പട്ടിയെ വാങ്ങി വീട്ടിൽ വെച്ച അവസ്ഥയിലാണ് കോഴിക്കോട് കുറച്ച് ബിസിനസ്സുകാർ എന്ന് പറഞ്ഞത്. ഈ ബിസിനസ്സുകാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ചങ്ങാതി. ഈ ചങ്ങാതിനെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന്റെ സ്പീച്ചിൽ തുടക്കം മുതലേ ഇയാൾ തെറിയ. 2 മണിക്ക് ഇയാൾ തലേദിവസം തലേദിവസമല്ല, ഈ പരിപാടി ഇദ്ദേഹത്തെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഇതിന്റെ സംഘാടകരോട് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് അനിൽ രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ഫ്ലക്സുകൾ ഉണ്ടാവണം, എൻ്റെ മുഖം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, കോഴിക്കോട് മുഴുവൻ അതുണ്ടാകണം, ആയിരക്കണക്കിന് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കണം, വേറെ ആരും ആ പരിപാടിയിൽ പങ്കെടുക്കരുത്, ഞാൻ സ്പീച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തേക്കോ അകത്തുനിന്ന് പുറത്തേക്കോ ആരും പോകാൻ പാടില്ല, എല്ലാം ക്ലോസ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ മാത്രമായിരിക്കണം അവിടെ സംസാരിക്കുന്നത്, വേറെ ഒരു ശബ്ദവും അവിടെ ഉണ്ടാകാൻ പാടില്ല, എനിക്കുള്ള പൈസ 4 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് മുഴുവൻ പേയ്മെൻറ്റും എനിക്ക് കിട്ടണം. ഇങ്ങനെ ഈ രീതിയിലാണ് അദ്ദേഹം സംഘാടകരുമായിട്ട് ഡീൽ വെച്ച്. സംഘാടകർ സ്വാഭാവികമായിട്ടും അയാളുടെ ഡീൽ അംഗീകരിച്ചു. അയാൾക്കുള്ള 4 ലക്ഷം രൂപ ആദ്യം കൊടുത്തിട്ട് പരിപാടി ഇദ്ദേഹം ഇവരോട് പറയുകയും ചെയ്ത് 1:45 ഞാൻ സ്ഥലത്തെത്താൻ, നമുക്ക് 2 മണിക്ക് കൃത്യം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് 1:45 പോയി 2 മണിയുമായിട്ടും ഇദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നില്ല. സംഘാടകർക്ക് ആകെ ആവലാതിയായി. സംഘാടകർ ഈ ആവലാതിയും വെച്ച് ഹോട്ടലിൽ ചെന്ന് ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇദ്ദേഹം തുറക്കുന്നില്ല, വാതിൽ തുറക്കുന്നില്ല, ഇദ്ദേഹം വരുന്നില്ല, വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. 1 മണിക്കൂറിന് ശേഷമാണ് ഇദ്ദേഹം പരിപാടിയിലേക്ക് വരുന്നത്. ഈ മനുഷ്യന് എന്താ പറയുക, ഇപ്പോൾ കുറച്ച് മുമ്പേ നിങ്ങളൊക്കെ സർവീസ് കൊടുത്തിട്ട് എന്തിനാണോ പുറകെ തെണ്ടികളെ പോലെ നടക്കുന്നത് എന്ന് പറയുന്ന ഇതേ മനുഷ്യൻ ഇവരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ മേടിച്ച് വെച്ചിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാണ്ട് ആ ഹോട്ടൽ മുറിയിൽ ഇരിക്കുക. ഇതിൻ്റെ സംഘാടകർ ഇയാളെ നോക്കിയിട്ട് അവിടെ ഇരിക്കുക. അതിന് ഇയാൾ പറയുന്ന കുറച്ച് ന്യായം, കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നുള്ളത്. അത് കേട്ടോ, ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും, അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി.
പറഞ്ഞു കേട്ടോ, ഞാൻ ജാട കാണിച്ചതാണ്. എനിക്ക് കാശ് ആദ്യമേ കിട്ടി, എൻ്റെ പെട്ടിയിൽ വീണ് കിട്ടാനുള്ളത്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇവരെ തീ തീറ്റിച്ചതാണ്, ജാട കാണിച്ചതാണ്. എൻ്റെ പെട്ടിയിൽ പൈസ വീണതുകൊണ്ട് ഞാൻ ഇവരെ മനഃപൂർവ്വം തീ തീറ്റിച്ചതാണ്. എനിക്ക് ഈ ജാടയൊക്കെ ഉച്ചയ്ക്ക് കാണിക്കാൻ പറ്റുമായിരുന്നത് ഇവർ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് തന്നതുകൊണ്ടാണെന്നോ. ഇവനെ ശരിക്ക് കോഴിക്കോട് എന്ന് ശരിക്ക് തല്ലു കൊടുത്ത് വിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നിട്ട് അവരുടെ പൈസയും മേടിച്ചിട്ട് അവരെ തെണ്ടി 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 എന്ന് വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതി കോഴിക്കോടുകാർ 2 കൊടുത്തിട്ടായിരിക്കും ഇവനെ വിട്ടിട്ടുണ്ടാവുകയാണ്. പക്ഷേ ഈ തെണ്ടി തെണ്ടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ നട്ടലുള്ള ആണൊരുത്തൻ അവിടെ സംസാരിച്ചു. അത് കണ്ടോ? തെണ്ടിയല്ല ജീവിക്കണ്ടേ, ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിന്ന് വിളിക്കുന്നത്? ഉണ്ടോ? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി, ഞങ്ങൾക്ക് മതി. മതിയോ ചേട്ടാ? ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താടോ? എടോ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും പ്ലീസ്. കേട്ടോ, അതായത് അയാൾ തെണ്ടി നടക്കുന്ന, എന്തിനാടാ പുറകെ തെണ്ടി നടക്കുന്ന ചോദിച്ചപ്പോൾ ഒരാൾ നിങ്ങൾ എന്തിനാണ് തെണ്ടിന്ന് തെറി വിളിക്കുന്നത്? അപ്പോൾ തിരിച്ചു ചോദിക്കുന്നതാണ്, ഞാൻ നിങ്ങളെ വിളിച്ചോ? പിന്നെ ബിസിനസ്സുകാരെ നിങ്ങൾ വിളിച്ചില്ല, ഞാൻ നിങ്ങളെ വിളിച്ചില്ല. ഈ ചേട്ടന് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് ആ പൈസ ഞാൻ എൻ്റെ ഇതിൽ തന്നേക്കാം, അയാളുടെ ഔദാര്യം പോലെ. 4 ലക്ഷം പ്ലസ് GST പ്ലസ് ഹോട്ടൽ വാടക പ്ലസ് ട്രാവൽ എക്സ്പെൻസ്, ഇത്രയും സാധനം മേടിച്ചിട്ട് കടിക്കുന്ന പട്ടിയെ കൊണ്ടുവന്ന ബിസിനസ്സുകാരാണ് കോഴിക്കോടുള്ളത്. അബദ്ധം പറ്റിപ്പോയതാണ്, നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇമാതിരി ഒരു വേലി കിടക്കുന്ന പാമ്പായിരിക്കും എന്നവർക്ക് അറിയില്ലായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടോ, ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടില്ല എങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോ നിങ്ങൾക്ക് ഇതിനപ്പുറത്ത് ദോഷം ചെയ്യുമെന്നുള്ളത്. 1000ങ്ങളും 10,000ങ്ങളും ഇയാളുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ 500ഉം 600ഉം 100ഉം ഒക്കെ ആയിട്ട് വരുന്നത് ഇയാളുടെ തെറി കേൾക്കണ്ട എന്ന് കരുതിയിട്ട് എന്തിനാണ്? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ടുള്ള എത്ര ആളുകളുണ്ട്? സത്യസന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റ്സ് ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം. മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ട് പിന്നീടുള്ള ജീവിതം നിങ്ങൾ അതുപോലെ നയിച്ചു പോകുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ്സ് ചെയ്യണം. 1-2 ദിവസത്തേക്ക് നമുക്ക് ആ മോട്ടിവേഷനൊക്കെ ഉണ്ടാകും. 3-ാമത്തെ 4-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെയാവും. അത് മനുഷ്യ സഹജമാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ ചിരിക്കും, നമ്മൾ ചിന്തിക്കും. എനിക്ക് ആ അഭിഷാദ് ഗുരുവായൂരിൻ്റെ ക്ലാസ്, അയാളുടെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞിട്ട് അയാളുടെ അതിനകത്തുനിന്ന് മോട്ടിവേറ്റ് ആയിട്ട് പിന്നീടുള്ള ലൈഫ് മുഴുവൻ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാറില്ല. ഒരുവിധം എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവസാനം എന്താ സംഭവിച്ചു എന്നറിയോ? ചങ്ങാതിനെ അവിടെ നിന്ന് പരിപാടി നിർത്തി വെപ്പിച്ച് ഇറക്കി വിട്ടു. പുറത്ത് അവസാനത്തെ കാഴ്ച ഇതാ കണ്ടോ. എന്താ ഇവര് പോകൂല, കാര്യമില്ല.